മലയാളത്തിലെ നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏത്? കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം. പൊന്തന്മാട, മതിലുകൾ, അമരം, തനിയാവർത്തനം, വടക്കം വീരകഥ, പ്രമേയുഗം, വടക്കം വീരഗാഥ, കുതിരപ്പുറത്ത് പിന്നെ മമ്മൂട്ടി ഇങ്ങനെ പോകുന്ന വാളും കൊണ്ടൊക്കെ പോകുന്ന ആയിരപ്പറ. പെട്ടെന്നായതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ എല്ലാം ജോലി ഞാൻ പറഞ്ഞത്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് സഫ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സഫ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വർക്കല മരക്കടമുക്കിന് സമീപം ദളവാപുരത്താണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം വർക്കല മിഷൻ ഹോസ്പിറ്റലിന് മുൻവശത്തായി പ്രവർത്തിക്കുന്ന സഫ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് നൽകുന്ന സമ്മാനമാണ്. നമ്മൾ ഗൾഫ് ചോക്ലേറ്റുകൾ, അതുപോലെ തന്നെ വിദേശ നിർമ്മിതമായിട്ടുള്ള പെർഫ്യൂംസുകളും അത്യാവശ്യം നമ്മളെ ഗൾഫ് നാടുകളിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ് ഇവയെല്ലാം ഇവിടെ നിന്ന് ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മലയാളത്തിലെ നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? തനിയാവർത്തനമല്ല, മറ്റൊരു ചിത്രമാണ്. വർക്കല പുത്തൻചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഫ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ആദ്യ ചലച്ചിത്രം? അറിയില്ല. മതിലുകൾ, അമരം, അമരം, മതിലുകളല്ല, പൊന്തന്മാട അല്ലേ? പൊന്തന്മാട അല്ലേ? സംസ്ഥാന അവാർഡ് അത് മതിലുകൾ അതല്ല. ഇനി ഒന്നുകൂടെ പറ, ചിലപ്പോൾ ശരിയായാലും. അമരം പറഞ്ഞു, മതിലുകൾ പറഞ്ഞു, പൊന്തന്മാട പറഞ്ഞു. യവനികയല്ല, മറ്റൊരു ചലച്ചിത്രമാണ്. സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം അറിയത്തില്ല. മമ്മൂട്ടിയുടെ ആരാധകരൊക്കെ അറിയണ്ടേ? മമ്മൂട്ടിയുടെ ആരാധകരാണ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാമായിരിക്കും. മലയാള സിനിമാ നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ആദ്യ ചിത്രം? ക്ലൂ വല്ലതും ഉണ്ടോ? പഴയ ചിത്രമാണ്. ഞാൻ പറഞ്ഞു. വടക്കം വീരകഥ, വടക്കം വീരകഥ. പെട്ടെന്നായതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ എല്ലാം ജോലി ഞാൻ പറഞ്ഞുതരാം. പ്രമേയുഗം, ആദ്യ ചലച്ചിത്രം. നിങ്ങളുടെ കൈവശം മനോഹരമായ ഒരു സമ്മാനമുണ്ട്. വർക്കല പുത്തൻചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഫ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് നൽകുന്ന സമ്മാനമാണ്. നമ്മളെ ഈ ദുബായ് ചോക്ലേറ്റ്സുകൾ, ദുബായ് ഗൾഫ് നാടുകളിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് മിതമായ വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കും. നമ്മളെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ചെല്ലുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും അവിടെ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ കൂടുതൽ? മോഹൻലാൽ. അണ്ണം പറഞ്ഞാൽ നിങ്ങൾ അതല്ലേ പറയൂ. അപ്പോൾ എന്തായാലും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ മോഹൻലാലിൻ്റെ ആണ് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാലോ. ചോദ്യം ഇതാണ്: മലയാള സിനിമാ നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതാണെന്ന് അറിയാം? അറിയത്തില്ല. പേര് ഓർമ്മ വരുന്നില്ല. ഒരു പഴയ സിനിമയുടെ ഒരിതുണ്ട്. വടക്കം വീരഗാഥ. എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും വടക്കം വീരഗാഥയല്ല, മറ്റൊരു ചലച്ചിത്രമാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം.
വർക്കല പുത്തൻചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഫ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് റിയ പെർഫ്യൂംസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറയുക, സമ്മാനവും വാങ്ങിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ചോദ്യം ഇതാണ്: മലയാള സിനിമാ നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതാണ്? മമ്മൂട്ടിക്ക് ആദ്യ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഞാനങ്ങ് സിനിമ കാണാറില്ല. സിനിമ കാണാറില്ല. ഇല്ല. ആരെങ്കിലും ഉണ്ടോ സിനിമ കാണുന്ന? കേട്ടായിരുന്ന ചോദ്യം കേട്ടായിരുന്ന? മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏത്? ഇല്ല, കുതിരപ്പുറത്ത് പിന്നെ മമ്മൂട്ടി ഇങ്ങനെ പോകുന്ന നല്ല വാളും കൊണ്ടൊക്കെ പോകുന്ന അതിൻ്റെ പേരെന്തൂടെ? പഴശ്ശിരാജ്. പരശുരാജ്. അത് തന്നെ. ആ, ഏത്? അതെന്ന് പറയും പരശുരാജ്. അല്ല, പഴശ്ശിരാജല്ല. പഴശ്ശിരാജല്ല. ആരെങ്കിലും പറയുന്ന? അപ്പോൾ ആ ചലച്ചിത്രം എന്ന് പറയുന്നത് അടിയൊഴുക്കുകൾ കണ്ടിട്ടുണ്ടോ? 1984 IV ശശി സംവിധാനം ചെയ്ത് 84 പുറത്തിറങ്ങിയ അടിയൊഴുക്കുകൾ എന്ന സിനിമയ്ക്കാണ് ആദ്യമായിട്ട് മമ്മൂട്ടിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി ലഭിക്കുന്നത്. അതിലെ കരുണൻ എന്നൊരു ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് അപ്പോൾ 1984 IV ശശി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ അടിയൊഴുക്കുകൾ എന്ന സിനിമയിലെ കരുണൻ എന്ന കഥാപാത്രത്തിനാണ്, ആ വേഷത്തിനാണ് മമ്മൂട്ടിക്ക് ആദ്യമായി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ഐസക്, ന്യൂസ് ഡയറി കേരളം.